ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും സിമ്പിളായ രീതിയിലൊന്ന് ഇംഗ്ലീഷ് സംസാരിച്ച് നോക്കാം കേട്ടോ. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ, നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളൊന്ന് നമുക്ക് സംസാര രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അവസാനം നിങ്ങൾക്കൊരു സെൻറ്റൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മലയാളം പറയുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷ് പറയാറുണ്ട്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർ പറയുന്നതാണ്. നമ്മളൊരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, നീ ഫുഡ് ഓർഡർ ചെയ്തോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലെ? നീ ഫുഡ് ഓർഡർ ചെയ്തു. ഇവിടെ ഫുഡ് എന്ന് പറയുന്നതും ഓർഡർ എന്ന് പറയുന്നതും എന്താണ്? ഇംഗ്ലീഷാണ്. പിന്നെ ഇവിടെ നീ ചെയ്തോ എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? നീ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഇതൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. സോ നമുക്ക് എന്ത് പറയണം? ഡിഡ് യു ഓർഡർ ദ ഫുഡ്? നീ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പൊ നമ്മളിവിടെ എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്? ഡിഡ് യു, അല്ലെ? ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഡിഡ് യു ഓർഡർ ദ ഫുഡ്? നീ ഫുഡ് ഓർഡർ ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചല്ലോ. അപ്പം നീ ഫുഡ് ഓർഡർ ചെയ്തോ എന്ന് നമ്മൾ ചോദിച്ചു. ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു, ഇതും നമ്മൾ പറയാറുണ്ടല്ലോ. ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തൊരു വ്യക്തിയും ഇങ്ങനെ പറയാറുണ്ട്, അല്ലെ? ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഐ ഓർഡേർഡ് ദ ഫുഡ്. അപ്പൊ ഓർഡറിന്റെ പാസ്റ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കും ഇംഗ്ലീഷ് സംസാരിക്കാം. അതിന് ഒരുപാട് കോഴ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഐ ഓർഡേർഡ് ദ ഫുഡ്, ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു. ഇനി നീ ഫാൻ ഓഫ് ആക്കിയോ? വീട്ടിലെല്ലാവരും പറയാറുള്ള, ഒരു പ്രായമുള്ള ഒരു ഉമ്മ പോലും പറയാറുള്ളതായിരിക്കും, നീ ഫാൻ ഓഫ് ആക്കിയോ എന്നുള്ളത്, അല്ലെ? ഇങ്ങനെ ചോദിക്കാം. അതായത് നീ ഫാൻ ഓഫ് ചെയ്തോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഡിഡ് യു ടേൺ ഓഫ് ദ ഫാൻ? ഡിഡ് യു ടേൺ ഓഫ്? അപ്പൊ ഈ ഫാൻ ഓഫ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡാണ് ടേൺ ഓഫ് എന്നുള്ളത്. ഓൺ ആക്കിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ടേൺ ഓൺ എന്ന് പറയാം. അപ്പം ഡിഡ് യു ടേൺ ഓഫ് ദ ഫാൻ? നീ ഫാൻ ഓഫ് ആക്കിയോ? ഓക്കെ, സിമ്പിൾ ആണല്ലേ? അപ്പോ ഞാൻ ഫാൻ ഓഫ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ ഐ ടേൺ ഓഫ് ദ ഫാൻ, അല്ലെ? ടേണിന്റെ പാസ്റ്റ് നമ്മൾ പറയാം, ഐ ടേൺ ഓഫ് ദ ഫാൻ, ഞാൻ ഫാൻ ഓഫ് ചെയ്തു. ഓക്കെ, ഇനി നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, നീ ഡോർ ക്ലോസ് ചെയ്തു, അല്ലെ? നീ ഡോർ ക്ലോസ് ചെയ്തു. ഡിഡ് യു ക്ലോസ് ദ ഡോർ എന്ന് ചോദിക്കാം. അവിടെയും ക്ലോസ് എന്ന് പറയുന്നതും ഡോർ എന്ന് പറയുന്നതും ഇംഗ്ലീഷ് ആണ്. ഡിഡ് യു ക്ലോസ് ദ ഡോർ? ഞാൻ ഡോർ ക്ലോസ് ചെയ്തു. ഐ ക്ലോസ്ഡ് ദ ഡോർ. ഐ ക്ലോസ്ഡ് ദ ഡോർ, ഞാൻ ഡോറ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ള കുറച്ച് സെന്റൻസുകളാണ് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ എപ്പോഴും ചോദിക്കാറുള്ള കുറച്ച് സെന്റൻസുകൾ, അതായത് നീ ചെയ്തിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഉണ്ടോ എന്നുള്ള ഒരു മീനിങ് വരുന്ന കുറച്ച് സെന്റൻസ് നോക്കാം. ഫോർ എക്സാമ്പിൾ, നീ എൻ്റെ റൂം കണ്ടിട്ടുണ്ടോ? നീ എൻ്റെ റൂം കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ റൂം? സിമ്പിൾ ആണല്ലോ, ഹാവ് യു സീൻ മൈ റൂം. എന്നാൽ നീ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? നീ എൻ്റെ വീട് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ ഹൗസ്? ഹാവ് യു സീൻ മൈ ഹൗസ്? ഇനി നീ അവൻ്റെ ക്ലാസ് കണ്ടിട്ടുണ്ടോ? നീ അവന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ഇവിടെ ഓൺ ദ സ്പോട്ടിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹാവ് യു സീൻ ഹിസ് ക്ലാസ്? ഹാവ് യു സീൻ ഹിസ് ക്ലാസ്? നീ അവന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടോ? നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? നീ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു സെൻഡ് മീ ദ മെസ്സേജ്? ഹാവ് യു സെൻഡ് മീ ദ മെസ്സേജ്? സെൻഡിന്റെ V3 ആണ് സെൻഡ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊണൗൺസിയേഷനിൽ ഒരുപോലെയാണെങ്കിലും സ്പെല്ലിംഗിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഹാവ് യു സെൻഡ് മീ ദ മെസ്സേജ്? ഇങ്ങനെയും ചോദിക്കാം കേട്ടോ, ഹാവ് യു മെസ്സേജ്ഡ് മീ? ഹാവ് യു മെസ്സേജ്ഡ് മീ എന്നും ചോദിക്കാം സിമ്പിൾ ആയിട്ട്. നെക്സ്റ്റ്, നീ എൻ്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? നീ എൻ്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ മൈ മെസ്സേജ്? ഹാവ് യു സീൻ മൈ മെസ്സേജ്? നീ എൻ്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടോ? നീ അവളോട് സംസാരിച്ചിട്ടുണ്ടോ? നീ അവളോട് സംസാരിച്ചിട്ടുണ്ടോ? ഹാവ് യു ടോക്ക്ഡ് ടു ഹർ? ഹാവ് യു ടോക്ക്ഡ് ടു ഹർ? നീ അവളോട് സംസാരിച്ചിട്ടുണ്ടോ? ഇനി ചോദിക്കുകയാണെങ്കിൽ നീ ഈ ജോലി ചെയ്തിട്ടുണ്ടോ? നീ ഈ ജോലി ചെയ്തിട്ടുണ്ടോ?
ഹാവ് യു ഡൺ ദിസ് വർക്ക്, ഹാവ് യു ഡൺ ദിസ് വർക്ക്, നീ ഈ വർക്ക് ചെയ്തിട്ടുണ്ടോ. നെക്സ്റ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഇത് അറിഞ്ഞിട്ടുണ്ടോ, നീ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിൽ ഒരിക്കലും നമ്മൾ ഹാവ് യു നോൺ ദാറ്റ് എന്ന് പറയരുത് കേട്ടോ, തെറ്റാണ്. അതായത് നോൺ എന്ന് പറയുന്നത് ഒരു വെർബല്ല, അത് ഒരു അവസ്ഥയാണ്. അറിയുക എന്ന് പറയുന്നത് നമ്മളൊരു വെർബിലല്ല കൂട്ടുന്നത്, അതൊരു അവസ്ഥയായിട്ടാണ് നമ്മൾ കൂട്ടുന്നത്. സോ നമ്മൾ അവിടെ ഹാവ് യു നോൺ ദാറ്റ് എന്ന് പറയരുത്, ഡിഡ് യു നോ ദാറ്റ്, ഡിഡ് യു നോ ദാറ്റ്, നീ ഇത് അറിഞ്ഞോ അല്ലെ, ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണ്. സോ നമുക്കവിടെ ഡിഡ് യു നോ ദാറ്റ് എന്ന് പറയാം. വേണമെങ്കിൽ നമുക്ക് ഡു യു നോ ദാറ്റ് എന്നും പറയാം, ഡിഡ് യു നോ ദാറ്റ് എന്ന് പറയാം. ഒരിക്കലും ഹാവ് യു നോൺ ദാറ്റ് എന്ന് പറയരുത്. ഓക്കെ, ഇനി നമ്മൾ ഇങ്ങനെ പറയാണ്, ഞാൻ അവനെ 10 വർഷമായി അറിയുന്നു, ഞാൻ അവനെ 10 വർഷമായി അറിയുന്നു. ഇതൊരു ദീർഘകാല അവസ്ഥ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കവിടെ ഐ ഹാവ് നോൺ ഹിം ഫോർ 10 years, ഐ ഹാവ് നോൺ ഹിം ഫോർ 10 years എന്ന് പറയാം. അതായത് അവനെ അറിയുന്ന ഒരു 10 വർഷത്തോളം കാലയളവാണ് നമ്മൾ പറയുന്നത് അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഐ ഹാവ് നോൺ എന്ന് യൂസ് ചെയ്യാം. ഐ ഹാവ് നോൺ ഹിം ഫോർ 10 years, ഞാൻ അവനെ 10 വർഷമായി അറിയുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഹാവ് നോൺ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഒരാളോട് ചോദിക്കണേ, നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോ, നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോ. ഹാവ് യു അണ്ടർസ്റ്റുഡ് മീ, ഹാവ് യു അണ്ടർസ്റ്റുഡ് മീ, നിനക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോ. ഇനി ഇതിങ്ങനെയും ചോദിക്കാം, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് മീ എന്നും ചോദിക്കാം കേട്ടോ, നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ഇനി നീ ഒരിക്കലെങ്കിലും എന്നോടത് പറഞ്ഞിട്ടുണ്ടോ, നീ ഒരിക്കലെങ്കിലും എന്നോടത് പറഞ്ഞിട്ടുണ്ടോ. ഹാവ് യു എവർ ടോൾഡ് മീ ദാറ്റ്, ഹാവ് യു എവർ ടോൾഡ് മീ ദാറ്റ്, നീ ഒരിക്കലെങ്കിലും എന്നോടത് പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ, നീ ഒരിക്കലെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കാൻ, നീ ഒരിക്കലെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ. ഹാവ് യു എവർ ബീൻ ഹാപ്പി, ഹാവ് യു എവർ ബീൻ ഹാപ്പി. അപ്പൊ ഈ ഒരിക്കലെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എവർ എന്ന് യൂസ് ചെയ്യുന്നത്. ഹാവ് യു എവർ ബീൻ ഹാപ്പി. ഓക്കെ, എന്നാൽ അവൻ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ. അവൻ ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ, സബ്ജക്റ്റ് അവനാണ്, ഒരിക്കലെങ്കിലും കരഞ്ഞിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും സെന്റൻസുകൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാനും അതുപോലെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാനും പറ്റുന്ന സെന്റൻസുകളാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ഈ സെന്റൻസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. നമ്മൾ ഒരുപാട് സെന്റൻസുകൾ ഇങ്ങനെ പഠിച്ചിട്ട് ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.